കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MMT 001 MSCMACSൽ കവർ ചെയ്യുന്ന MMT 001 എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിയാം, ഓൾറെഡി ലേൺവൈസിൽ കഴിഞ്ഞ 4 സീരീസിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഈ MSCMACSൽ കവർ ചെയ്യുന്ന MMT 001 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വരാൻ പോകുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ, ആ ഒരു എക്സാമിനേഷന് പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് MMT 001 എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയാസിൻ്റെ ഒരു ഡിസ്കഷനും, അതുപോലെ തന്നെ ഫൈനലി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് ടോപ്പിക് വിത്ത് ഹിസ്റ്റോറിക്കൽ റെലവൻസിലാണ്. അതിൽ ബ്ലോക്ക് 1 and 2 C ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻറ്റൽസ്, ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടുമാണ് കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ലബോറട്ടറി സ്കില്ലായിരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് 1.5 hourലായിരിക്കും 25 മാർക്ക് ബേസിസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ റെക്കറിങ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ടോപ്പിക്കിൻ്റെ പ്രോബബിലിറ്റി, ഓരോ ബ്ലോക്കിൽ നിന്ന് ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കിൽ എത്രമാത്രം പ്രോബബിലിറ്റിനെയും നമുക്ക് പ്രതീക്ഷിക്കാം, അതിൻ്റെ ഒരു പ്രഡിക്ഷനും ഡിസ്കസ് ചെയ്യും നമുക്ക് വരാൻ പോകുന്ന December 2025 എക്സാമിൻ്റെ ബേസിസിൽ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുക, ഫുൾ ലെങ്ത് പേപ്പർ റിഫ്ലക്റ്റിംഗ് ഒബ്സർവ്ഡ് സ്റ്റൈൽസ് ആൻഡ് ഡിഫിക്കൽട്ടി ബാൻഡ്, റെഡി ഫോർ ടൈംഡ് പ്രാക്ടീസ്. ദെൻ മോഡൽ ആൻസർ, അതുപോലെ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് പാസ്റ്റ് ഒരു 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ ബേസിസിലാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പം സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് 3 ആണ് നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ബ്ലോക്ക് 3ൽ വരുന്നത്. യൂണിറ്റ് 14 അതിൽ ട്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ്, അതിൽ ട്രീ ട്രാവേഴ്സൽസ് പാസ്റ്റ് പേപ്പറിൽ നോക്കുവാണെങ്കിൽ 4 times ആണത് വന്നിട്ടുള്ളത്. ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ വരുന്നത്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. യൂണിറ്റ് 14ൽ ട്രീസിൽ തന്നെ വരുന്നതാണ്. ബൈനറി സെർച്ച് ട്രീ, അതിൻ്റെ ഒക്കറൻസ് 4 ആണ്. ലോ പ്രിഫറൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ദെൻ ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സ്. യൂണിറ്റ് 13 സ്റ്റാക്സ് ആൻഡ് ക്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റാക്ക് അതിൻ്റെ ഓപ്പറേഷൻ, ക്യൂ അതിൻ്റെ ഓപ്പറേഷൻസ് 13 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ തന്നെ യൂണിറ്റ് 13 സ്റ്റാക്ക് ആൻഡ് ക്യൂസിൽ ക്യൂ ഇൻ സർക്കുലർ ക്യൂ, ലീനിയർ ക്യൂ, ഇതിനെ പറ്റിയിട്ട് 4 times ചോദിച്ചിട്ടുണ്ട്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3ൽ യൂണിറ്റ് 13 സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ, അതിൽ എക്സ്പ്രഷൻ, കൺവേർഷൻ, ഇവാലുവേഷൻ, ആ ഏരിയയിൽ നിന്ന് പാസ് പേപ്പേഴ്സിൽ 3 times ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3ൽ തന്നെ യൂണിറ്റ് 12 ലിസ്റ്റ്, സിംഗിളി, ഡബിൾ, സർക്കുലർ ലിസ്റ്റ്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ C യൂണിറ്റ് 6 and 7, അതിൽ 1D 2D അറേ ആൻഡ് മെട്രിക്സ് ടാസ്ക്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 11 അറേ ആസ് ഡേറ്റ സ്ട്രക്ചേഴ്സ്, അതിൽ സ്പാർസ് അറേ ആൻഡ് സ്റ്റോറേജ്,
ഒരു പാസ് പേപ്പർ നോക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം ആ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളൂ. ദെൻ യൂണിറ്റ് 7 ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സിയിലാണ് പോയിന്റേഴ്സ് ആൻഡ് അറേസ് പാസ് പേപ്പേഴ്സിൽ ഫോർ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 9 ഡയനാമിക് മെമ്മറി അലോക്കേഷൻ എം അലോക്ക് സി അലോക്ക് DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് 4 ടൈംസ് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 8 ബ്ലോക്ക് 2 തന്നെ ഫങ്ഷൻസ് പ്രോട്ടോടൈപ്സ് സ്കോപ്പ് 15 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 9 അതിൽ റിക്കേഴ്സീവ് ഫങ്ഷൻസ് ആൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 തന്നെ പ്രോഗ്രാമിംഗ് ഇൻ സി അതിൽ യൂണിറ്റ് 8 പ്രോഗ്രാം പോയിന്റേഴ്സ് ആസ് ഫങ്ഷൻ ആർഗ്യുമെന്റ്സ് പാരാമീറ്റർ പാസിംഗ് കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 9 വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് സ്ട്രിങ് ആർഗ്യുമെന്റ്സ് ഒക്കെ കവർ ചെയ്യുന്ന ഏരിയ ആണ്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ഇനി യൂണിറ്റ് 8 സ്ട്രിങ് ഫങ്ഷൻസ് ആണ് ബ്ലോക്ക് 2 വരുന്നത്, സ്ട്രിങ്സ് ആൻഡ് ലൈബ്രറി ഫങ്ഷൻസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 തന്നെ ഫയൽസ് ആൻഡ് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അതിൽ ടെക്സ്റ്റ് ബൈനറി ഫയൽ ഓപ്പറേഷൻ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 10 സ്ട്രക്ട്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഡോട്ട് അറേ 6 ടൈംസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 10.7 യൂണിയൻ വേഴ്സസ് സ്ട്രക്ട് 1 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ള ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി അതിൽ എന്യൂമറേറ്റഡ് ടൈപ്പ് അതിൽ എന്യൂമറേഷൻ എന്താണെന്നുള്ളത് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 1 ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു സി യൂണിറ്റ് 3 ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് അല്ല ഓപ്പറേറ്റേഴ്സ് പ്രൊസീജിയർ ഫോർമാറ്റ് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4, 5 ഡിസിഷൻസ് ആൻഡ് കൺട്രോൾ ഡിസിഷൻ ആൻഡ് ലൂപ്പിംഗ് കൺസ്ട്രെയിൻസ് അതായത് ഇവിടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഇഫ് എൽസ് അതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ദെൻ ലൂപ്പിംഗ് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ ആ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്, 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ നിന്നാണ്. ദെൻ ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സ്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി അത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹീറ്റ് മാപ്പ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. അതിൽ ഫങ്ഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ് യൂണിറ്റ് 8 ബ്ലോക്ക് 2 അതുപോലെ തന്നെ സ്റ്റാക്സ് യൂണിറ്റ് 13 ബ്ലോക്ക് 3 കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂണിറ്റ് 4 ആൻഡ് 5 ആണ് കവർ ചെയ്യുന്നത്. ഇത് പാസ് പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ടും അതുപോലെ തന്നെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫങ്ഷൻസ് റിക്കേർഷൻ ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം. ഇനിയും ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ അപ്പം ഇതാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ട്രേസിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ടിപ്പിക്കലി 10 മാർക്കിനൊക്കെ ഔട്ട്പുട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 20 to 50 വേർഡ്സിൽ ജസ്റ്റിഫൈ ചെയ്യണം ആൻസേഴ്സ് ആ ഒരു കേസിൽ. ഇനി കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം. ടിപ്പിക്കലി 2 to 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് മാലോക് സിയലോക് സ്റ്റാക്ക് ക്യൂ ആ ഏരിയ എന്നൊക്കെ 60 to 120 വേർഡ്സിൽ എഴുതണം, എക്സാമ്പിളൂടെ കൊടുക്കണം. ഇനി ഡേറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻ ട്രാവേഴ്സൽ കൺസ്ട്രക്ഷൻ ആ ഏരിയ എന്നൊക്കെ ട്രീ ട്രാവേഴ്സലൊക്കെയാണ്. ഓക്കെ, BST ബിൽഡ് സ്റ്റാറ്റസ് ആഫ്റ്റർ ഓപ്പറേഷൻ ഒരു 30 to 100 വേർഡ്സിന് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടിപ്പിക്കലി 2 to 3 മാർക്സിന് 50 to 120 വേർഡ്സിന് വേണം എഴുതാൻ. ഓക്കെ, ഇപ്പോൾ പാസ് പേപ്പേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സിന്ന് ആവറേജ് മാർക്ക് ഒരു 11.4 പ്രതീക്ഷിക്കാം.
ടോട്ടൽ ഷെയർ ചെയ്യുന്നൊരു 182.4% ഉള്ള ഏരിയ ഷെയർ ചെയ്യും. ഇനി ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി 9.7 ആണ് ആവറേജ് മാർക്ക് പെർ പേപ്പർ. ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ 3.68 ആവറേജ് മാർക്ക്. ദെൻ അൺമാപ്ഡ് അതർ ഏരിയയിൽ നിന്ന് 0.22. അപ്പോൾ പാസ് പേപ്പേഴ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ട്രേസിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ, ഡിഫറൻഷിയേറ്റ്, അതിലൊരു ഹൈപ്പ് കാണാം. ഡേറ്റ സ്ട്രക്ചർ, ഓപ്പറേഷൻ, ട്രാവേഴ്സൽ, കൺസ്ട്രക്ഷൻ, അതിലൊരു ഹൈപ്പ് കാണാം. ഇപ്പം ഒരു ഓപ്പറേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ആ ഒരു ഏരിയയിലാണ് ഒരു സ്റ്റഡി ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കറൻസിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഔട്ട്പുട്ട് ട്രേസിംഗ് അതാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഓൾമോസ്റ്റ് 4 to 6 മാർക്സിന് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാം. ഇനി ഡേറ്റ സ്ട്രക്ചേഴ്സ് പ്രോംപ്റ്റ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് BST അല്ലെങ്കിൽ ട്രാവേഴ്സൽ, സ്റ്റാക്ക്, ക്യൂ ആ ഏരിയയിൽ നിന്നൊക്കെ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാം. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുവാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1.5 hours ഉള്ളൂ. 25 മാർക്കിന് ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് വിത്ത് ഔട്ട്പുട്ട് ട്രേസിങ് ഓൾമോസ്റ്റ് ഒരു 35 മിനിറ്റ്സോളം ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. റിസർവ് ഒരു അപ്രോക്സിമേറ്റ്ലി 40 minutes ഫോർ 3 5-mark ആൻസേഴ്സ്. അതിൽ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതുപോലെ ഡേറ്റ സ്ട്രക്ചർ, ഓപ്പറേഷൻ, ട്രാവേഴ്സൽ ആ ഏരിയ എന്നൊക്കെ. 1 C പ്രോഗ്രാം ഫംഗ്ഷൻ ടാസ്ക്. അപ്പം ഒരു C പ്രോഗ്രാം ചോദിക്കാം. ഒരു 50 മാർക്സോളം പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം 50. ഓക്കെ, അപ്പം ഫൈനലി ഒരു 5 to 10 minutes എടുത്തിട്ട് നമ്മളുടെ ആൻസർ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. പാസ് പേപ്പേഴ്സിൽ ഒരു 7 times ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ബൈനറി ട്രീ ട്രാവേഴ്സൽ, കൺസ്ട്രക്ട് BST ഫ്രം കീ, ബിൽഡ് ഫ്രം ട്രാവേഴ്സൽസ് ഒരു 4 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. റിക്കേഴ്സീവ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഇൻ C 3 times പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. കോൾ ബൈ വാല്യൂ വേഴ്സസ് കോൾ ബൈ റെഫറൻസ് വിത്ത് എക്സാമ്പിൾ 3 times ചോദിച്ചിട്ടുണ്ട്. സ്റ്റാക്ക് വേഴ്സസ് ക്യൂ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് പുഷ് ഓഫ്, പോപ്പ് ഓഫ് ആ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേറ്റ് പോസ്റ്റ് ഫിക്സ്, കൺവേർട്ട് ഇൻഫിക്സ് ഇൻറ്റു പോസ്റ്റ് ഫിക്സ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പാസ് പേപ്പേഴ്സിൽ 2 times ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാലോക്, കാലോക് വിത്ത് എക്സാമ്പിൾസ് 2 times ചോദിച്ചിട്ടുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ് ക്രിയേഷൻ വിത്ത് ക്രിയേറ്റ് അണ്ടർസ്കോർ നോഡ് ഓഫ് ഫങ്ഷൻ, സിംഗ്ലി ഓർ ഡബിളി. ലിങ്ക്ഡ് ലിസ്റ്റ് പ്രിപ്പറേഷൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇനി 9th വൺ, മെട്രിക്സ് അഡീഷൻ പ്രോഗ്രാം ഇൻ C. പാസ് പേപ്പേഴ്സിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ ആണ്. 10th വൺ, ഇൻസേർഷൻസ് ഓൺ സോർട്ട് ഫങ്ഷൻ, സോർട്ടിംഗ് ഫങ്ഷൻ. പാസ് പേപ്പേഴ്സിൽ ഒരു പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 93% റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിലെ മുമ്പത്തെ ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിലെ ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണ്. അത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാക്ക് വേഴ്സസ് ക്യൂ, അതിൽ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ, സ്റ്റാക്ക് സ്റ്റാറ്റസ് ആഫ്റ്റർ ഓപ്പറേഷൻ, ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിന് ചോദിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് 30. അതിൽ അതിൻ്റെ അപ്പിയറൻസ് ഒരു 9 times ആണ്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ, ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു C ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് 3ലാണ്. ഓപ്പറേറ്റേഴ്സ് ആൻഡ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ആവറേജ് ഒരു 6 മാർക്കിന് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പിയറൻസ് പാസ് പേപ്പേഴ്സിൽ 7 times ആണ്.
നെക്സ്റ്റ് വൺ ബൈനറി ട്രീ ട്രാവേഴ്സൽ കൺസ്ട്രക്ട് BST ഫ്രം കീ ബിൽഡ് ഫ്രം ട്രാവേഴ്സൽ ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നിന്നാണ്. യൂണിറ്റ് 14 ട്രീസ് ആൻഡ് BST 7 ടൈംസ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. റിക്കർസീവ് ഫാക്ടോറിയൽ ഫങ്ഷൻസ് ഇൻ സി ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി എന്നാണ്. റിക്കർസീവ് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 3 ടൈംസ് പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ് ക്രിയേഷൻ with the function create underscore node of block 3 യൂണിറ്റ് 12 ലിസ്റ്റ് ഒക്കെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ്, 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. കോൾ ബൈ വാല്യൂ വേഴ്സസ് കോൾ ബൈ റെഫറൻസ് ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി അതിൽ യൂണിറ്റ് 8 പോയിന്റർ ആസ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവാലുവേറ്റ് പോസ്റ്റ് ഫിക്സ് കൺവേർട്ട് ഇൻഫിക്സ് ഇൻറ്റു പോസ്റ്റ് ഫിക്സ് ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നിന്നാണ്. സ്റ്റാക്ക് ആപ്ലിക്കേഷൻ യൂണിറ്റ് 13 നിന്ന് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ malloc ആൻഡ് CLoc വിത്ത് എക്സാമ്പിൾ ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി എന്നാണ്. അതിൽ യൂണിറ്റ് 9 ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇനി മെട്രിക്സ് അഡീഷൻ പ്രോഗ്രാമിംഗ് ഇൻ സി ബ്ലോക്ക് 2 എന്നാണ്. യൂണിറ്റ് 6 ആൻഡ് 7 ആണ് ഏരിയ കവർ ചെയ്യുന്നത്. ഇനി ഇൻസേർഷൻസ് ഓട്ടോ സോർട്ടിംഗ് ഫംഗ്ഷൻ അത് ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. യൂണിറ്റ് 9.3 അതിൽ മാക്രോസ് അൽഗോരിതം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ലിസ്റ്റ് ഓർ പ്രോഗ്രാം ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി എന്നാണ്. യൂണിറ്റ് 6 ആൻഡ് 7 അറേസ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസിങ് എഫ് സ്കാൻ ഓഫ് എഫ് പ്രിന്റ് ഓഫ് ബ്ലോക്ക് 2 ചോദിച്ചാണ്. പ്രോഗ്രാമിംഗ് ഇൻ സി അതിൽ ഫയൽസ് ആൻഡ് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഷെയർ ഓഫ് ടോട്ടൽ റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പൈ ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്തിട്ട് പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഔട്ട്പുട്ട് ട്രേസിങ് ആയിക്കോട്ടെ, ഫാക്ടോറിയൽ റിക്കർഷൻ, BST ട്രാവേഴ്സൽ ആൻഡ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, ഈ ഏരിയ മൾട്ടിപ്പിൾ ടൈംസ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി മിക്സ് റിട്രീവൽ പ്ലസ് ജനറേഷൻ റിപ്പീറ്റ്ലി നമ്മൾ എന്താണ് ഈ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് അറ്റ്ലീസ്റ്റ് വയസ്സെങ്കിലും ഒന്ന് ഒരു എക്സാം കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകണം. ഇനി പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ അപ്പിയറൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേപ്പർ ഇൻറ്റു 100 ആണ് ഒരു സബ്ജക്റ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ കാണാം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി യൂണിറ്റ് 4-5 അതുപോലെ ഡിസിഷൻ കൺട്രോൾ, കണ്ടീഷണൽ ആൻഡ് ലൂപ്പ് കൺസ്ട്രക്ട്സ് പ്രോബബിലിറ്റി 100% ആണ്, ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി യൂണിറ്റ് 8 കവർ ചെയ്യും ഫംഗ്ഷൻസിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് സ്കോപ്പ് 83.3% ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സിയിലെ യൂണിറ്റ് 9 അതിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് എക്സാമ്പിൾ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ യൂണിറ്റ് 14 ട്രീസ്, ട്രാവേഴ്സൽ, BST, ബിൽഡ്, ഓപ്സ് അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 ആൻഡ് 7 അറേ ആണ് കവർ ചെയ്യുന്നത്. അതിൽ 1D 2D അറേ മെട്രിക്സ് ടാസ്ക്. ഓക്കെ, 50% ഉള്ള നമുക്ക് പ്രോബബിലിറ്റി പറയാം. മീഡിയം ലെവൽ ഓഫ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 8 ആൻഡ് 4 പോയിന്റേഴ്സ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്, അതിൽ പാരാമീറ്റർ പാസിങ്, വാല്യൂ അതുപോലെ റെഫറൻസ് പാസ് ചെയ്യുന്ന മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ പോയിന്റേഴ്സ് ആൻഡ് അറേസ്, പോയിന്റേഴ്സ് ആൻഡ് പോയിന്റർ അരിത്തമെറ്റിക് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് അതിൽ യൂണിറ്റ് 13 സ്റ്റാക്ക് ആൻഡ് ക്യൂ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 8.5 സ്ട്രിംഗ് ഫങ്ഷൻസ്, സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 13 ബ്ലോക്ക് 3 സ്റ്റാക്ക് ആപ്ലിക്കേഷൻ, ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, ഇവാലുവേഷൻ, ലോ ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 9 മാക്രോ വേഴ്സസ് ഫംഗ്ഷൻ, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ യൂണിറ്റ് 12 ലിസ്റ്റ്, സിംഗ്ലി, ഡബ്ലി, സർക്കുലർ ലിസ്റ്റ്, ലോ ലെവൽ ഓഫ് പ്രിഫറൻസ് ആണ്, 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 തന്നെ പ്രോഗ്രാമിംഗ് ഇൻ സി അതിൽ
structure and union and its operators, low level of importance. ഇനി ബ്ലോക്ക് 2 പ്രോഗ്രാമിംഗ് ഇൻ സി. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് DMA, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അതിൽ MALOC, CALOC ഒരു 2 times ആണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 1 തന്നെ ഇൻട്രൊഡക്ഷൻ ടു സി, യൂണിറ്റ് 2.6 enumerated type enum and example 16.7 പെർസെൻറ്റേജോളം ഇമ്പോർട്ടൻറ്റ്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സിയിൽ യൂണിറ്റ് 3 ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ പ്രിസിഡൻസ്, ഫോർമാറ്റ്സ്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 3 ഡേറ്റ സ്ട്രക്ചേഴ്സിൽ യൂണിറ്റ് 11 അറേ ആസ് ഡേറ്റ സ്ട്രക്ചർ. അതിൽ സ്പെയർ അറേ സ്പാസ് അറേ and storage, low level of importance. In block 2 programming in C, files and file IO, text, binary file, operations, low level of importance ആണ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 9 വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ്. അതിൽ ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് പാസ് പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റും. അപ്പം ഇതിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കണ്ടീഷണൽ ആൻഡ് ലൂപ്പ് കൺസ്ട്രക്ട്സ്, then function prototype scope, then recursive functions and example, traversal, BST, build operations, then 1D and 2D array, matrix task. അതുപോലെ തന്നെ പാരാമീറ്റർ പാസിംഗ്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, പോയിന്റേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് അരിത്തമെറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാക്ക് ക്യൂ, ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റാറ്റസ്, സ്ട്രിംഗ് ആൻഡ് ലൈബ്രറി ഫങ്ഷൻസ്. ഇതിൽ ഹൈലി ഇമ്പോർട്ടൻറ്റ്, ഹൈലി ഫോക്കസ് കൊടുക്കേണ്ടതാണ് ലൂപ്പ്, കണ്ടീഷണൽ, ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ഔട്ട്പുട്ട് ട്രേസിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസാണ് ഇതൊക്കെ തന്നെ. അതിൽ നമ്മൾ സ്വിച്ച്, ഫോർ ലൂപ്പ് ഇതൊക്കെ നോക്കിയിട്ട് പോകണം. റിക്കർഷൻ, BST, ട്രാവേഴ്സൽസ്, അറേ, പോയിന്റേഴ്സ്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, ഓക്കെ ഈ ഏരിയാസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ്. ദെൻ സ്പാർസ് മെട്രിക്സ്, വേരിയബിൾ ആർഗ്യുമെന്റ്, മാക്രോസ്, എനിംസ്, എക്സെട്ര, ഈ ഏരിയയും പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അല്ല ജനറൽ ഇൻസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 is കമ്പൽസറി. ആൻസർ any 3 from the question 2 to 5. അപ്പോൾ അതിൽ റൈറ്റ് ഓൾ പ്രോഗ്രാംസ് ഇൻ C language only. Use of calculator is not permitted. Assume suitable data where necessary and state assumptions clearly. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്, ഔട്ട്പുട്ട് ട്രേസിംഗ് ആണ്. For each code fragment, write the exact output and justify in 1 or 2 sentences. ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്യണം. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ABCD സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാണ് ക്യാരക്ടർ അറേ. അതിൽ അഡ്രസ് ഓപ്പറേറ്റർ S(1) + 1 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി സി പാർട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഇൻറ്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇഫ് x = 0 printf of t, else അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ printf of f. ബ്ലോക്ക് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്റ് 4 and 5. ഡി പാർട്ടിൽ ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഇൻറ്റ് y = 10 ഇൻറ്റ് അഡ്രസ് ഓപ്പറേറ്റർ ഓഫ് p = $y. എന്നിട്ട് നമുക്കൊരു പർട്ടിക്കുലർ കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു വേരിയബിളിനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ ഔട്ട്പുട്ട് ട്രേസിംഗ് ആണ്. അടുത്തൊരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഇൻറ്റ് a ഓഫ് അറേ ഓഫ് വേരിയബിൾസ് നമ്മളിവിടെ അസൈൻ ചെയ്യുകയാണ്, 1 2 3 4. ദെൻ വേരിയബിൾസ് നമ്മൾ I എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സം = 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോർ ലൂപ്പും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സമ്മ് ഫൈൻഡ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. ഇനി സെക്കൻഡ് വൺ, അറ്റംപ്റ്റ് എനി പാർട്ട് ആസ് സ്റ്റേറ്റഡ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ, റൈറ്റ് എ റിക്കർസീവ് C ഫംഗ്ഷൻ try of n that return the nth triangular number. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 9 വരുന്നതാണ്. ഇനി ബി പാർട്ടിൽ
Insert the key 30, 50, 40, 10, 20, 35, 50 into an initially empty BST and draw or print the result tree. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 14 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് വൺ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട്. റൈറ്റ് എ സി ഫംഗ്ഷൻ void string reverse underscore in place of character string കൊടുത്തിട്ടുണ്ട്. That reverse a null terminated string in a place. Next one, B part, 3 mark question. Write a C program that copy the content of one text file to another using fscanf, fprintf or equivalent standard input output. So C program എഴുതാൻ വേണ്ടിയിട്ട് copy a content of a text file to another file. ഇനി fourth one, 5 mark question. A part, convert the infix expression A into bracket B plus C minus D divided by E plus F to postfix notationലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഇൻഫിക്സിൽ തന്നേക്കുന്ന പോസ്റ്റ്ഫിക്സിലൊക്കെ ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 13 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി പാർട്ടിൽ ഇവാലുവേറ്റ് ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഷോ ദ സ്റ്റാക്ക് കണ്ടന്റ് ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ. ഇനി ഫിഫ്ത്ത് വൺ 5 മാർക്ക് ക്വസ്റ്റ്യൻ. റൈറ്റ് എ സി ഫംഗ്ഷൻ int is upper underscore triangular int of എന്ന് പറഞ്ഞിട്ട് ഒരു അറേ തന്നിട്ടുണ്ട്, അറേ ഓഫ് വാല്യൂസ്, അതുപോലെ ഇൻറ്റിജർ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് റിട്ടേൺ 1 if an n by n matrix is upper triangular else 0. ഇനി ഫിഫ്ത്ത് വൺ തന്നെ ബി പാർട്ട്. ഡിഫൈൻ എ സ്ട്രക്ട് സ്റ്റുഡൻറ് ഓഫ്. ഒരു സ്ട്രക്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺ ദ ആവറേജ് ഓഫ് ദ 3 marks for a given struct student value. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആവുന്നതാണ്. അത് ക്രോസ് ചെക്ക് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ റെപ്പറ്റേറ്റീവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാംസ് അപ്പിയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.